ഹായ് ഓൾ. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് S3-ക്കകത്തിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളെ പറ്റിയിട്ടൊക്കെ പഠിച്ചിരുന്നു അല്ലേ? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറേജ് ക്ലാസ്സുകൾ നമ്മളുടെ ഡാറ്റയുടെ ആക്സസ് പാറ്റേൺ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റോറേജ് ക്ലാസ്സസ് S3-ക്കകത്ത് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഡാറ്റ വേണ്ട സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ S3-ക്കകത്തിരിക്കുന്ന ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ് ആണ് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. അത് ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്നതെന്ന് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം S3-ക്കകത്തേക്ക് ഒരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോറേജ് ക്ലാസ് ഇന്നതാണ്, അതായത് നമ്മൾ കുറേ സ്റ്റോറേജ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ അല്ലേ S3 പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറേജ് ക്ലാസ് ഇന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ ബൈ ഡിഫോൾട്ട് അവൻ എടുക്കുക സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിലായിരിക്കും. ഇവൻ ദോ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി നമ്മളുടെ ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കാത്ത സിറ്റുവേഷനിൽ ഡിഫോൾട്ട് ആയിട്ട് S3 നമ്മളുടെ ഒബ്ജക്റ്റിനെ ഇടുക സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സിലായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന ഡാറ്റ വേണ്ട സിറ്റുവേഷനിലാണ് നമ്മൾ നോർമലി സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മില്ലി സെക്കൻഡ് ലേറ്റൻസി ആണ് ഇരിക്കുന്നത്, അതായത് മില്ലി സെക്കൻഡുകളിൽ തന്നെ നമുക്ക് നമ്മളുടെ ഡാറ്റയെ ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും പെർഫോമൻസ് ഉള്ള ഒരു സ്റ്റോറേജ് ക്ലാസ് ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്തിരിക്കുന്ന ഡാറ്റയ്ക്കെല്ലാം നമ്മൾ നോർമലി അങ്ങനെയുള്ള യൂസ് കേസുകളിലെല്ലാം നമ്മൾ നോർമലി ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇതൊക്കെയാണ് ബേസിക്കലി സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്ന യൂസ് കേസസ്. നമ്മളിപ്പം വെബ് ഹോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യും. അതായത് നമ്മളിപ്പം S3-ക്കകത്ത് നമ്മളുടെ വെബ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു S3 ബക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നുള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആക്സസിബിൾ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മളുടെ വെബ്സൈറ്റ് കണ്ടന്റ് എല്ലാം ഇട്ടിട്ട് നമുക്ക് വെബ്സൈറ്റിന് ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് ഇൻ്റർനെറ്റിൽ ആക്സസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഫയൽസ് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കാം. പിന്നെ ഇന്ന് വളരെയധികം ഫേമസ് അല്ല, ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് AI-ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെയുള്ള ബിഗ് ഡാറ്റ അനാലിറ്റിക്സ് ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ള ഡാറ്റയെല്ലാം നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൽ ഇടാം. നമുക്കിപ്പം വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ മെക്കാനിസം ആണല്ലോ ഡാറ്റ ലേക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡാറ്റ ലേക്കിൻ്റെ അകത്തൊക്കെ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡാറ്റ ലേക്കിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഡാറ്റയും നമുക്ക് ഒരേ സ്പീഡിൽ തന്നെ ആക്സസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഒന്നും വരത്തില്ല. അപ്പോൾ നിങ്ങളത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇന്ന ഡാറ്റ ഫ്രീക്വൻ്റ് ആയിട്ട് വേണം, ഇന്ന ഡാറ്റ ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ട എന്നൊക്കെ ഡിവൈഡ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യേണ്ടി വരും. അത് നിങ്ങളുടെ സ്പെസിഫിക് പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന എന്തിനാണ്, നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് റൺ ചെയ്യേണ്ട അല്ലെങ്കിൽ ആക്സസ് ചെയ്യേണ്ട ഡാറ്റയെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്തേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ ലെവലിൽ ഇരിക്കുന്ന സാധനമാണ്. അതായത് ഒരു ബക്കറ്റിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകൾക്കും ഡിഫറെൻറ്റ് സ്റ്റോറേജ് ക്ലാസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനിപ്പോൾ കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള, അതായത് ഇമേജസ്, വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഡിപ്ലോയ്മെൻറ്റ് ഫയൽസോ നിങ്ങളുടെ ആപ്ലിക്കേഷൻസിൻ്റെ ഫയൽസോ കോൺഫിഗറേഷൻ ഫയൽസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോർമലി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെയുള്ള ഡേറ്റയ്ക്കെല്ലാം നമ്മൾ നോർമലി സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം കുറച്ച് ഇൻറ്റേർണൽ കാര്യങ്ങൾ, അതായത് നമ്മളിപ്പം S3-ക്കകത്ത് ഇത് കുറച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. S3-ക്കകത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഇടുന്ന സമയത്ത്, നമ്മൾ ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് AWS ബൈ ഡിഫോൾട്ട് നമ്മളുടെ ഒബ്ജക്റ്റിനെ മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിൻ്റെ അകത്തേക്ക് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാക്കിയിട്ട് ഓരോരോ അവൈലബിലിറ്റി സോണിലും ഇതിനെ എടുത്തു വച്ചിട്ടുണ്ടാവും.
ഓക്കെ. അപ്പം നമ്മള് S3 എന്ന് പറയുന്നത് ഒരു റീജിയണൽ സർവീസാണ്. റീജിയണൽ സർവീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ S3ക്കകത്തേക്ക് ഒരു റിസോഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് മോസ്റ്റ് കേസസ് അതിന് എക്സെപ്ഷൻ അടിക്കുന്ന കുറച്ച് കേസസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ് കേസസിൽ നമ്മൾ ഇത് ഇന്ന അവൈലബിലിറ്റി സോണിലാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്താണ്, നമ്മളുടെ S3 ബക്കറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇന്ന റീജിയനിൽ ഉണ്ടാക്കൂ, അല്ലെങ്കിൽ മുംബൈ റീജിയനിൽ അല്ലെങ്കിൽ നോർത്ത് വെർജീനിയയിൽ ഉണ്ടാക്കൂ, ഇങ്ങനെ റീജിയനിൽ ഉണ്ടാക്കൂ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് S3 റീജിയണൽ സർവീസ് ആണെന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് മറ്റേ EC2 പഠിച്ച സമയത്ത് EC2 എന്ന് പറയുന്നത് റീജിയണൽ സർവീസ് അല്ല, അത് റീജിയൻ്റെ അകത്ത് തന്നെ ഒരു അവൈലബിലിറ്റി സോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ. അപ്പം നമ്മളൊരു EC2 ഇൻസ്റ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവൈലബിലിറ്റി സോണ് ഏതാണ് എന്നുള്ളത്. അപ്പം ആ അവൈലബിലിറ്റി സോണിലായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല S3 എന്ന് പറയുന്നത്. S3 എന്ന് പറയുന്നത് നമ്മളൊരു റീജിയൻ്റെ അകത്താണ് നോർമലി ഉണ്ടാക്കുന്നത്. നോർമലിയാണ്, ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഞാനത് പറഞ്ഞുതരാം കുറച്ച് കഴിയുമ്പോൾ അടുത്ത വീഡിയോസിൽ എന്താണ് എക്സെപ്ഷൻ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. S3 നമ്മളൊരു ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിൽ അതിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇത് നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇൻറ്റേർണലി AWS തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാക്കിയിട്ട് ഓരോരോ അവൈലബിലിറ്റി സോണിലും അവൻ എടുത്തു വെക്കും. ഇങ്ങനെ എടുത്തു വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മൈലുകൾ അതായത് കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഇരിക്കുന്ന 3 എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന 3 ഡാറ്റാ സെൻറ്റേഴ്സ് ആണെന്നുള്ള കാര്യം അല്ലേ. അപ്പം നമ്മളുടെ ഡാറ്റ ഇങ്ങനെ പല സാധനങ്ങളിലും അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഒക്കെയാണ് S3ക്ക് നമുക്ക് 11.9 പോലെയുള്ള ഇൻഡസ്ട്രിയിലെ ബെസ്റ്റാണ് 11.9 സ്റ്റാൻഡേർഡ് S3ക്കകത്ത് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഡ്യൂറബിലിറ്റിയും റെസിലിയൻസിയും ഒക്കെ തരുന്നത്. റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും, അതായത് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണലി നമ്മൾ ഒരു സ്റ്റോറേജ് ഡിവൈസസിലാണ് എടുത്തു വെക്കുന്നത് അല്ലെ. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമ്മൾ ഫയല് ഹാർഡ് ഡിസ്കിലോ SSDയിലോ ഒക്കെ എടുത്തു വെക്കുന്നത് പോലെ AWSഉം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ ഇൻറ്റേർണലി ഇതേപോലെയുള്ള ഒരു സ്റ്റോറേജ് ഡിവൈസസിലായിരിക്കും എടുത്തു വെക്കുന്നത്. ഹാർഡ് ഡിസ്കോ SSDയോ പോലെയുള്ള സ്റ്റോറേജ് ഡിവൈസ്. ഇങ്ങനെയുള്ള സ്റ്റോറേജ് ഡിവൈസസ് നമുക്ക് ഓൾറെഡി അറിയാം, അത് കേടായി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹാർഡ് ഡിസ്ക് അടിച്ച് പോകുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് ലാപ്ടോപ്പിൽ വരും. ഇതേ സിറ്റുവേഷൻ തന്നെ AWSൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റാ സെൻറ്ററിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റോറേജ് ഡിവൈസുകൾക്കും സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഡാറ്റ ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് AWS എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ റെപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നത്, നമ്മളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്ക് അടിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും AWSന് വേറൊരു അവൈലബിലിറ്റി സോണിൽ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാവും. ആ കോപ്പിക്ക് അകത്ത് നിന്ന് എടുത്തു കൊണ്ടുവരാൻ പറ്റും അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾക്കൊക്കെ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് S3ക്ക് ഹൈ ഡ്യൂറബിലിറ്റിയും റെസിലിയൻസിയും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്നത് AWS ഇതേപോലെ ഇൻറ്റേർണലി ഇവനെ മൾട്ടിപ്പിൾ സാധനത്തിൻ്റെ അകത്തൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരോ അവൈലബിലിറ്റി സോണിൻ്റെ അകത്തും നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. ഈ മൾട്ടിപ്പിൾ ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ അകത്തായിരിക്കും ഈ നമ്മളുടെ ഒബ്ജക്റ്റുകൾ എടുത്തു വെക്കുന്ന ഹാർഡ് ഡിസ്കോ SSDയോ ഒക്കെ ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു അവൈലബിലിറ്റി സോണിൻ്റെ അകത്ത് തന്നെയും നമ്മളുടെ ഒബ്ജക്റ്റിനെ മൾട്ടിപ്പിൾ ഡിവൈസുകളിലും AWS എടുത്തു വെക്കുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി അത് എത്രത്തോളം എടുത്തു വെക്കുന്ന എത്രത്തോളം ഡിവൈസസിൽ എടുത്തു വെക്കുന്നുണ്ട് എന്നുള്ളത് AWS പബ്ലിഷ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റും. അവൻ മിനിമം 3 അവൈലബിലിറ്റി സോണിൽ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോരോ അവൈലബിലിറ്റി സോണിൻ്റെ അകത്തും മൾട്ടിപ്പിൾ ഡിവൈസസിൻ്റെ അകത്ത് അവൻ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഇട്ടാൽ AWSൻ്റെ അകത്ത് മിനിമം 6 സ്ഥലത്തെങ്കിലും അത് റെപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെ റെപ്ലിക്കേഷനൊക്കെ ഉള്ളത് കൊണ്ടാണ് S3ക്കകത്ത് ഇരിക്കുന്ന സാധനം ഹൈ ഡ്യൂറബിൾ ആയിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വേണം പറയാം. ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡാറ്റ ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. നമ്മളുടെ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തേക്ക് ആണെങ്കിൽ നമുക്ക് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്യാൻ വലിയ പണി നമുക്ക് തീരെ പറ്റത്തില്ല അല്ലേ. പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്ലൗഡിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അഡ്വാൻറ്റേജസും എന്നൊക്കെ പറയുന്നത് ഇതേപോലെയുള്ള ഡ്യൂറബിലിറ്റിയൊക്കെ വളരെ കൂട്ടി നമുക്ക് നമ്മളുടെ ഡാറ്റ
സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് ഇന്റേണലി അച്ചീവ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിലാണ് നമ്മളുടെ ഒബ്ജക്റ്റ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഈ രീതികളിലായിരിക്കും AWS അത് ഇന്റേണലി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. ഇനിയിപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് വെരി ഫേമസ് ആയിട്ടിരിക്കുന്ന ഇൻഡസ്ട്രി ലീഡിംഗ് ആയിരിക്കുന്ന 11.9 എന്ന് പറയുന്ന ഡ്യൂറബിലിറ്റിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഈ അവൈലബിലിറ്റി എന്ന് പറയുന്നത് 99.99% ആണ്. അതായത് ഒരു മാസത്തിൻ്റെ അകത്ത് 99.99% ഓഫ് ടൈമിലും നമ്മളുടെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അവൈലബിലിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതായത് ആമസോൺ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആമസോൺ SLA എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം. അതായത് AWS നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുകയാണ് 99.99% ഓഫ് ടൈമിലും നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് AWS പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇത് കിട്ടാത്തൊരു സിറ്റുവേഷൻ നമുക്ക് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് അവർ ഒരു മന്ത്ലി അപ് ടൈം നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് 99% മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റോറേജിന് ആവശ്യമായിട്ട് നമ്മൾ കൊടുത്തൊരു പൈസ ഉണ്ടാവില്ല അല്ലേ, അതിൻ്റെ അകത്ത് 10% അവർ തിരിച്ചു തരും. ഇനിയിപ്പോൾ 99 to 95 വരെയാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ എങ്കിൽ, അതായത് കൂടുതൽ സമയം നമുക്ക് അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ 25% അവർ തിരിച്ചു തരും. 95%നും താഴെയാണെങ്കിൽ അവർ ആ സ്റ്റോറേജിന് വേണ്ടിയിരിക്കുന്ന 100% കാശ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ അകത്തേക്ക് ക്രെഡിറ്റ് ചെയ്തു വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്, അഗ്രിമെൻറ്റ് കൂടിയുണ്ട്. അതായത് ജസ്റ്റ് ഒരു വാക്കാലുള്ള ഒരു പ്രോമിസ് അല്ല, നമുക്കത് നമ്മളുടെ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സ്റ്റോറേജിന് കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. ഇത് എല്ലാ സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ കേസിലുമുണ്ട്. സ്റ്റാൻഡേർഡിൻ്റെ കേസിലാണെങ്കിലും മറ്റേ നമ്മൾ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അധിക സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ കേസിലായാലും ഇതൊരു പറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡിൻ്റെ കേസിലാണെങ്കിൽ അത് ഇങ്ങനെയാണ് അതിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇങ്ങനെ ഒരു സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവൈലബിലിറ്റിയുടെ കേസിൽ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ റെസിലിയൻസി എന്ന് പറയുന്നത് ഹൈലി റെസിലിയൻ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഡിവൈസിന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഡാറ്റ റിക്കവർ ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആക്കാനുള്ള ഒരു മെക്കാനിസം AWSന് ഉണ്ട്. ഹൈ ലേറ്റൻസി ആണ്, ഹൈ ത്രൂപുട്ടും ഉണ്ട്. കുറേ ഡാറ്റ നമുക്ക് വളരെ എളുപ്പ സമയത്ത് തന്നെ എടുക്കാൻ പറ്റും. റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്, നമ്മളായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം ഒരു റെപ്ലിക്കേഷൻ്റെ കേസിൽ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളുടെ ഡാറ്റ എടുത്ത് വെക്കുന്ന സമയത്ത് AWS ആ പർട്ടിക്കുലർ റീജിയൻ, ഏത് റീജിയനിലാണോ നമ്മൾ ഒബ്ജക്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ആ റീജിയനിലിരിക്കുന്ന മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിൻ്റെ അകത്തേക്ക് റെപ്ലിക്കേറ്റ് ചെയ്യും. പക്ഷെങ്കിൽ വേറൊരു സിറ്റുവേഷൻ വരാം, അതായത് ഈ എൻ്റയർ റീജിയൻ തന്നെ അടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരാം അല്ലെ, എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന അവൈലബിലിറ്റി സോൺ എന്ന് പറയുന്നത് മൈലുകൾ, അതായത് വിത്തിൻ ദ മൈൽസ് ഡിഫറൻസ് ഇരിക്കുന്ന പ്ലേസിലായിരിക്കും. അതായത് മുംബൈയിലാണെങ്കിൽ മുംബൈയിൽ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും 3 അവൈലബിലിറ്റി സോൺ ഉള്ളത്. അപ്പം എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്ന് എൻ്റയർ മുംബൈ റീജിയണിന് പ്രശ്നം പറ്റുകയും ഈ 3 അവൈലബിലിറ്റി സോണിൻ്റെ അകത്തിരിക്കുന്ന ഡിവൈസസ് കേടാവുകയും ചെയ്തെന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിക്കത്തില്ല, പക്ഷെങ്കിൽ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളുടെ ഡാറ്റ ലോസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ അത്രയും ഹൈ ഡ്യൂറബിലിറ്റി ആവശ്യമുള്ള ഹൈലി ക്രിട്ടിക്കൽ ആയിട്ടിരിക്കുന്ന ഡാറ്റയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രോസ് റീജിയൻ റെപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ മുംബൈയിലാണ് ഡാറ്റ എടുത്ത് വെക്കുന്നതെങ്കിൽ ആ ഡാറ്റയുടെ ഒരു കോപ്പി നമ്മൾ മേ ബി സിംഗപ്പൂർ റീജിയനിലോ അല്ലെങ്കിൽ ഹൈദരാബാദ് റീജിയനിലോ അങ്ങനെ വേറെ ഏതെങ്കിലും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു റീജിയനിലും കൂടി നമ്മൾ എടുത്ത് വെക്കേണ്ടത്. അത് നോർമലായിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ക്രോസ് റീജിയൻ റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഇനി വേറെ 2 പോയിന്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം സ്റ്റോറേജ് ഡ്യൂറേഷനും റിട്രീവൽ ഫീയും സ്റ്റാൻഡേർഡിനില്ല. ബേസിക്കലി ഇത് ചില കേസുകളിലൊക്കെ വേറെ കുറച്ച് സ്റ്റോറേജ് ക്ലാസ്സുകളിൽ നമുക്ക് ഇത്ര കാലം നമ്മളുടെ ഒബ്ജക്റ്റ് എടുത്ത് വെക്കണം എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്, ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഒരു അഡീഷണൽ ഫീയും കൊടുക്കേണ്ടി വരും. അങ്ങനെയൊന്നും നമുക്ക് സ്റ്റാൻഡേർഡിനില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റ് ഇന്ന്
അപ്ലോഡ് ചെയ്തിട്ട് നാളെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നാളെ വരെയുള്ള പൈസ നിങ്ങൾക്ക് കൊടുത്താൽ മതി സ്റ്റോറേജിനും പിന്നെ അതിൻ്റെ ആക്സസ് ചെയ്യാനുള്ള പൈസയും. നമ്മൾ ലാസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്തതുപോലെയുള്ള കാര്യം. ഓക്കെ, അതല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നും സ്റ്റാൻഡേർഡിൻ്റെ കേസിലില്ല. ഫ്രീക്വൻ്റ് ആയിട്ടിരിക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് കിട്ടും. പ്രൈസ് നോക്കുന്ന സമയത്ത് നമ്മൾ റീജിയൻ വൈസ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന സാധനമാണ്. അപ്പം നമ്മളിപ്പം നമ്മളുടെ മുംബൈ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതായത് ഓരോരോ സ്റ്റോറേജ് ക്ലാസ്സിനും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന പ്രൈസാണ്. ഓരോരോ റീജിയനിലും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന പ്രൈസ് പോലെ തന്നെ ഓരോരോ സ്റ്റോറേജ് ക്ലാസ്സിനും ഇത്ര GB ഡാറ്റയ്ക്ക് ഇത്ര മന്തിലേക്ക് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ അത് ഡിസ്കസ് ചെയ്തിരുന്നു, എങ്ങനെയാണ് പ്രൈസിങ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇന്നതിന് ഇത്ര എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന കാര്യം ഓരോരോ റീജിയനിലും ഡിഫറെൻ്റ് ആണ്, അതേപോലെ ഓരോരോ സ്റ്റോറേജ് ക്ലാസ്സിലും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത്രയും പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ്സിനുള്ള പ്രൈസാണ്. അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്റ്റോറേജ് ക്ലാസ്സുകളിലിരിക്കുന്ന പ്രൈസും ഇവിടെ പറയുന്നുണ്ട്. ഇത് ഒരു ഡിഫറൻസ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 TB വരെ ഇത്രയാണ് പ്രൈസ്. 450 അധികം അതിലേക്കാണ് കൂടുതലാണെങ്കിൽ നമ്മളിപ്പം 450 TB വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ് കിട്ടും. അതിലും കൂടുതൽ ഡാറ്റ നമുക്ക് എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ 1 GB നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ രീതിയിലായിരിക്കും വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പം ഒരു CLI വച്ചിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മളിത് ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കമാൻഡ്സ് എല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അപ്പം നമ്മളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അല്ലേ. AWS S3 എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ടിപ്പിക്കൽ സാധനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. CP കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ലോക്കൽ ഫയലിൻ്റെ അകത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൻ്റെ അകത്ത് ബക്കറ്റിലോട്ട് ഒരു ഒബ്ജക്റ്റ് ഇടാണ്. ഓക്കെ, അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റോറേജ് ക്ലാസ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം അവൻ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്ലോഡ് ആയിട്ട് നമ്മൾ അവനെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ നമുക്ക് സ്റ്റോറേജ് ക്ലാസ് ഇവിടെ കാണാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഇവിടെ ഈ സെറ്റിങ്സ് ഉണ്ടല്ലോ അല്ലേ, ഈ സെറ്റിങ്സിൻ്റെ അകത്ത് സ്റ്റോറേജ് ക്ലാസ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റോറേജ് ക്ലാസ് കാണാൻ പറ്റും. അത് സ്റ്റാൻഡേർഡ് ആണ്, അതായത് ഡിഫോൾട്ടാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൻ ഡിഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും ഉപയോഗിക്കാം. ഇത് തന്നെയായിരിക്കും നമ്മൾ കൺസോളിൻ്റെ അകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അവൻ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും. നമ്മളൊന്നും സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ അവൻ സ്റ്റാൻഡേർഡ് ആയിരിക്കും അവൻ ബൈ ഡിഫോൾട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെയും നമുക്ക് സ്റ്റോറേജ് ക്ലാസ് ഏതാണെന്ന് കാണാൻ പറ്റും. ഇൻറ്റേർണലി ഉള്ളിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ക്ലാസ് ഏതാണെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്പെസിഫിക്കലി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റോറേജ് ക്ലാസ് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അതായത് ഇങ്ങനെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതെല്ലാം അഡീഷണൽ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നമുക്ക് ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റോറേജ് ക്ലാസ് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഐഫൺ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഏതാണോ പറയേണ്ടത് അതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ സ്റ്റോറേജ് ക്ലാസ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും ഇത് സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ സെയിം ആയിരിക്കും. വേറെ സ്റ്റോറേജ് ക്ലാസ് വരുന്ന സമയത്ത് നമ്മളത് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പം ഒരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്ത് ആ അപ്ലോഡ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ സ്റ്റോറേജ് ക്ലാസ് ഏതാണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന S3 API ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. S3 ഡയറക്റ്റ് ആയിട്ടില്ല, S3 APIക്ക് അകത്തിരിക്കുന്ന ഹെഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന സിസ്റ്റം മെറ്റാ ഡാറ്റ, അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് മെറ്റാ ഡാറ്റ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ആ മെറ്റാ ഡാറ്റ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഐറ്റം നോർമലി വരേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഒബ്ജക്റ്റ് സ്റ്റാൻഡേർഡ് ക്ലാസ്സിൽ, അതായത് ഡിഫോൾട്ടിലാണെങ്കിൽ AWS അത് റിട്ടേൺ ചെയ്ത് തരത്തില്ല. വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ക്ലാസ്സിലാണെങ്കിൽ ഇവിടെ സ്റ്റോറേജ് ക്ലാസ്
ഈ ഏതാണ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ കൂടി വരായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്തിട്ട് ഞാനിതൊന്ന് തൽക്കാലത്തേക്ക് സ്റ്റാൻഡേർഡ് ഐയിലോട്ട് മാറ്റുകയാണ്. അവിടെ അത് വരുന്ന ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മാറ്റി, നമ്മളുടെ സ്റ്റോറേജ് ക്ലാസ് മാറ്റി, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് മാറ്റി. എന്നിട്ട് സെയിം കമാൻഡ് നമ്മൾ ഒന്നും കൂടെ ഓടിക്കുകയാണ്. ഓക്കെ, ഒന്നും കൂടെ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റാൻഡേർഡിലായിരുന്ന സമയത്ത് സ്റ്റോറേജ് ക്ലാസ് അവൻ തന്നിരുന്നില്ല. കാരണം അത് ഡിഫോൾട്ട് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസ് ആയ സ്റ്റാൻഡേർഡിലായതുകൊണ്ടാണ്. പക്ഷേങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ക്ലാസ്സിലാണ് ഉള്ളതെങ്കിൽ അത് സ്പെസിഫിക്കലി ആ ഇൻഫർമേഷൻ റിട്ടേണിൽ നമുക്ക് തരുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അടിച്ചിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോറേജ് ക്ലാസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റെസ്പോൺസിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ആണെന്ന് ഊഹിക്കാം. വേറെ ഏത് സ്റ്റോറേജ് ക്ലാസ് ആയാലും ഇതേപോലെ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇൻഫർമേഷൻ വരുമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സ്പെസിഫിക്കലി നമുക്ക് സ്റ്റാൻഡേർഡിൻ്റെ കേസിലും നമുക്ക് സ്റ്റോറേജ് ക്ലാസ് ഏതാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യാം. എന്ന് പറയുന്നത് ലിസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. ഓക്കെ, S3 APIക്ക് അകത്തിരിക്കുന്ന ലിസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. അതിൻ്റെ അകത്ത് ബക്കറ്റും പ്രിഫിക്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കീ നെയിം, നമ്മളുടെ കേസിൽ പ്രിഫിക്സ് ഇല്ല, എൻ്റയർ കീ നെയിം മാത്രമാണ്. ഓക്കെ, അപ്പം അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്ത് വരുന്നത് ഇങ്ങനെ ഒരു എൻ്റയർലി അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കുന്ന ഇൻഫർമേഷനാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റോറേജ് ക്ലാസ് ഏതാണ് എന്നുള്ളത് കിട്ടും. അത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആണെങ്കിലും അതിൽ വരിക. അതായത് മുമ്പ് ഹെഡ് ഒബ്ജക്റ്റ് പോലെയല്ല, നമ്മൾ തിരിച്ച് സ്റ്റാൻഡേർഡിലോട്ട് മാറ്റുകയാണ്. സ്റ്റോറേജ് ക്ലാസ് സ്റ്റാൻഡേർഡിലോട്ട് മാറ്റുകയാണ്. സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം കമാൻഡ് ഒന്നും കൂടെ ഓടിക്കാം. ഓക്കെ, സെയിം കമാൻഡ് നമുക്ക് ഒന്നുകൂടെ ഓടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കൂടിയും ഈ പറഞ്ഞിരിക്കുന്ന കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് ക്ലാസ് കിട്ടും. അത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന കമാൻഡാണ്. നിങ്ങൾ ഹെഡ് ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് വരത്തില്ല, വേറെ ഇതിന് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന CLI വച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് CLI കുറച്ചും കൂടെ ഫെമിലിയർ ആവേണ്ട കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഓരോരോ റിസോഴ്സസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഓപ്ഷൻസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം കൂടി യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ മുകളിലിരിക്കുന്ന സെയിം സാധനമാണ്, ഇത്രയും കാര്യം. അത് കഴിഞ്ഞിട്ട് ഹൈഫൺ കൊറി ചെയ്തിട്ട് ഈ റിട്ടേൺ വന്ന സാധനത്തിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു സ്പെസിഫിക് ഇൻഫർമേഷൻ മാത്രം എടുത്തുകൊണ്ട് വരാം. ഇവിടെ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആയിട്ട് നമ്മളൊരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു അറേ ആയിരുന്നു. ആ അറേക്ക് അകത്തിരിക്കുന്ന ഫസ്റ്റ് ഒബ്ജക്റ്റ്, ആ ഫസ്റ്റ് ഒബ്ജക്റ്റിനെ എടുക്കൂ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കീയുടെ വാല്യൂ തിരിച്ചു തരൂ എന്നാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധനം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ആവശ്യമുള്ള സ്പെസിഫിക് ഇൻഫർമേഷൻ മാത്രം നമുക്ക് കിട്ടും. ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈഫൺ കൊറി എന്ന് പറയുന്ന ഈ കാര്യം ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നമുക്ക് എടുത്തു കൊണ്ടുവരാനും പറ്റും. ജസ്റ്റ് CLIക്ക് അകത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് കൊറി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ക്ലാസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് വരുന്ന വീഡിയോസിൻ്റെ അകത്ത് നമുക്ക് വേറെ ഇരിക്കുന്ന സ്റ്റോറേജ് ക്ലാസ്സുകളിലെ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.